ഇന്ന് നമ്മൾ അഡീനിയം പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ അഡീനിയം പ്ലാന്റ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ പ്ലാന്റ് വാങ്ങുന്നത്. അപ്പോൾ ഏതായാലും നല്ല പ്ലാന്റാണ് കിട്ടിയിരിക്കുന്നത്. ആമസോൺ വഴിയാണ് വാങ്ങിയത്. അപ്പോൾ ഇത് സാഫിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. കേട്ടോ, ഇതിന് കിട്ടിയപ്പോൾ എന്താ വെച്ചാൽ ഇലകളൊക്കെ കുറച്ച് 5-6 ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. കോഡക്സൊക്കെ എന്താ നല്ല കോഡക്സൊക്കെയാണ്. അപ്പോൾ ഈ സാഫിൽ മുക്കി വെച്ചിട്ട് നമ്മളിത് നടാൻ പോവാണ് ഇനി. അപ്പോൾ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ അഡീനിയം നമുക്കറിയാമല്ലോ, അഡീനിയത്തിന് ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പറ്റാത്ത പ്ലാന്റാണ്. പിന്നെ നല്ല വെയിൽ വേണം. അപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ 2 ഭാഗം മണ്ണെടുത്തിട്ടുണ്ട്, പിന്നെ 1 ഭാഗം മണൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുഴമണലല്ല കേട്ടോ, എന്താ പറയുക, പാറമണലാണ്. അത് ഞാൻ കഴുകിയെടുത്തതാണ്. നന്നായിട്ട് കഴുകിയിട്ടതാണ് 2-3 തവണ. ഇത് പിന്നെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കമ്പോസ്റ്റില്ലേ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. അതൊരു ഭാഗം. 2 ഭാഗം മണ്ണ്, 1 ഭാഗം മണൽ, 1 ഭാഗം കമ്പോസ്റ്റ് ചാണകം. പിന്നെ കുറച്ച് എല്ലുപൊടി എടുക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് മതി. ഇത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്ന 1 ഭാഗം ചകിരിച്ചോറും കൂടെ എടുക്കുന്നുണ്ട്. ചകിരിച്ചോറ് 1 ഭാഗം എടുക്കാൻ പോകുന്നത് അതിനകത്ത്. അപ്പോൾ ഇത് നമുക്കെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ആദ്യം മണ്ണിട്ടു. കുറച്ച് കല്ലുണ്ട്, അത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ മണൽ. ചാണകപ്പൊടി ഇട്ടു. എല്ലുപൊടി കുറച്ചിടാം. എല്ലുപൊടി കുറച്ച് മതി. വേപ്പിൻ പിണ്ണാക്ക് ഇത് ഒരു കുറച്ച് അത്രയും ഇട്ടിട്ടുള്ളൂ. അത്രയും എല്ലുപൊടി ഇട്ടു. ഇനി നമുക്ക് ചകിരിച്ചോറാണ് ചേർക്കാനുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 1 ഭാഗം ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ അഡീനിയം നടാനിട്ടിരിക്കുന്ന പോട്ട്. അധികം ആഴമില്ലാത്ത കുറച്ച് വിസ്താരമുള്ള പോട്ട്. പോട്ടിന് ഹോളൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഹോള് വേണം. ഹോൾസൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 4 നമ്മൾ നടുന്നത്. ആദ്യം നമുക്ക് ഈ പോട്ടിൻ്റെ അടിയിൽ ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോളിൽ ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട്, നല്ല ഡ്രെയിനേജാണ് ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ നമുക്കറിയാമല്ലോ നനയ്ക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇത്രയും ഭാഗം പോട്ടി മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കണം. നമുക്കറിയാമല്ലോ അഡീനിയം നടുമ്പോൾ ഈ കോഡക്സ് മുകളിലേക്കാണ് നിൽക്കേണ്ടത്. വേരിൻ്റെ ഭാഗം മാത്രം താഴെ വരാവുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. വീണ്ടും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി പോട്ടി മിക്സ്. കോഡക്സ് താഴോട്ട് പോകരുത്. അപ്പോൾ നമുക്കിതുപോലെ ഇത് 4 പോട്ടും 4 പോട്ടിലും ചെടികൾ നട്ടെടുക്കാം. കട്ട് ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ അഡീനിയാണ് കേട്ടോ. എൻ്റെ കോഡക്സൊക്കെ സൂം ചെയ്തോ മോനെ. ഇതിൻ്റെ കോഡക്സൊക്കെ നല്ല വലിപ്പമായിട്ടുണ്ട്. പൂവുണ്ട്. ഇതിൽ മിക്കവാറും പൂവുണ്ടാവാറുണ്ട്. ഇത് ഹൈബ്രിഡാണ് കേട്ടോ.
ഡബിൾ പെറ്റലാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഡബിൾ പെറ്റലാണ്. അപ്പോൾ 4 നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാമല്ലോ, ആദ്യം നട്ട് കഴിഞ്ഞ് നമുക്ക് നനയ്ക്കണം. അപ്പോൾ സാഫിൻ്റെ വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കാം. സാഫ് കലക്കിയ വെള്ളത്തിലാണല്ലോ മുക്കി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇനി നനയുന്ന. അപ്പം നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ അടിയിൽ കൂടെ വെള്ളം പുറത്തോട്ട് പോകുന്നവരെയും നമ്മൾ ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പിന്നീട് കാണിക്കാം. ഇതിൻ്റെ പൂ വരാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.